ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ഇപ്പം സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ല നമ്മൾ കുറേ യൂട്യൂബേഴ്സ് ആണെങ്കിലും നല്ല റിസൾട്ട് പറയുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെല്ലിന്റെ മോയ്സ്ചറൈസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷോർട്ട് വീഡിയോ ആയിട്ടും അതുപോലെ ലെങ്തി വീഡിയോ ആയിട്ടും കുറേ റിസൾട്ട് പറഞ്ഞ് നല്ല റിസൾട്ടൊക്കെ പറഞ്ഞ വീഡിയോ ആണ്. അപ്പം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇനിയിപ്പം ഉപയോഗിക്കേണ്ട എന്നൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഈ ഒരു മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ഒരു ഫോമുലയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്കും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പം നമുക്ക് ഈ ഓയിലി സ്കിന്നിനൊന്നും ഡ്രൈ സ്കിന്നിനൊന്നും തന്നെ മാറ്റി ഉപയോഗിക്കേണ്ട എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ 24 hours ഹൈഡ്രേഷൻ പ്രൊവൈഡ് എന്ന് പറയുന്നതെങ്കിലും 24 hours കിട്ടുന്നില്ലെങ്കിലും കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ റീസ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ബാലൻസ് ചെയ്യാനും ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഫേസിൽ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ നമുക്കൊരു ഒരു റിഫ്രഷ്നെസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഭയങ്കര ഒരു സോഫ്റ്റ് ഫീലൊക്കെ തരുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കും. അതുപോലെ നമ്മളെ ഏജിങ് ലൈൻസ് ഒക്കെ ഇല്ലേ, നമ്മളെ ഫേസിൽ കുറച്ച് ഏജ്ഡായിട്ട് തോന്നുമ്പോൾ കുറച്ച് റിങ്കിൾസ് അതുപോലെ ലൈൻസ് ഒക്കെ വരുന്നുണ്ടാവില്ല, അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ എനിക്കതിപ്പം മനസ്സിലാവില്ല, പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് നല്ല യൂസേജ് ആണ്. അപ്പൊ നമ്മൾ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അതിന് റിസൾട്ട് കണ്ടിട്ട് പിന്നെയും വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അത്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. നമ്മളെ ഒരു ഏജിങ് ആ ഒരു പ്രോസസ്സിൽ വരുന്ന ലൈൻസ് കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഫേസിലൊക്കെ വരുന്ന ഭയങ്കരമായിട്ട് കുറച്ച് കാണിക്കുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ. ഞാനത് ബാക്കിയുള്ളതിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ബട്ട് ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം പറയുന്നുണ്ട്. കുറച്ചും കൂടി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് വരുന്നത് നമ്മളെ വിറ്റാമിൻ ഇ വരുന്നുണ്ട്, പിന്നെ ഹൈൽറോണിക് ആസിഡ് വരുന്നുണ്ട്, നമ്മളെ ഗ്ലിസറിനും കൂടെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു 3 കാര്യമാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പാരബൻ ഫ്രീ ആണ്. അത് ഞാൻ മുന്നേ പറഞ്ഞേക്കാം. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിന്റെയായിരുന്നു വാസ്ലിന്റെ ആ ഒരു ക്രീമിന്റെ കാര്യം. അതുപോലെ തന്നെ ഇതിലിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് പാരബൻ ഫ്രീ ആണ്. അപ്പം ആ ഒരു ടെൻഷൻ വെച്ചിട്ട് ഉപയോഗിക്കാൻ നിൽക്കുന്ന പ്രശ്നം വേണ്ട, ഇത് പാരബൻ ഫ്രീ ആണ്. ഇത് ഞാൻ പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. ഒരു ഓയിലി ഒരു ജെല്ലി ടെക്സ്ചർ അതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഓയിലി സ്കിന്നുകാർക്ക് ആക്നെയുള്ള സ്കിന്നുകാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇത് ഏതെല്ലാം ഒരു ക്ലൈമറ്റ് ടൈപ്പിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നോൺ കോമഡോജനിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ അതുപോലെ പുതിയതായിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അത് എന്ത് ക്രീമാണ്, നമ്മൾ എന്ത് ക്രീം പറയുകയാണെങ്കിൽ എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് സ്കിന്നിൽ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ. അത് നൈറ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നൈറ്റ് ചെയ്യേണ്ട, ഡേ ടൈമില്ല നമ്മൾ സൺ ടൈമിൽ ചെയ്ത് നോക്കുക. ആ ഒരു ടൈം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻ എന്താണെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആ രീതിയിൽ ചെയ്യുക. അതുപോലെ ഇതിന്റെ പ്രൈസ് വരുന്നത് 100 ml 245 ആണ് വരുന്നത്. ഓൺലൈൻ ആകുമ്പോൾ അതിന്റെ റേറ്റ് കുറച്ച് കുറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ ചെറുത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ചെറുതിന് ഒരു 59 ഒക്കെ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ രീതിയിൽ വാങ്ങിച്ചു നോക്കാം. പക്ഷെ നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ നമുക്ക് പോൺസിന്റെ ഒരു പ്രൊഡക്റ്റും ഇതുവരെ മോശമായിട്ടില്ല, ബട്ട് ഇതിലും അവരത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ നല്ല മോയ്സ്ചറൈസർ ആണ്. ഉപയോഗിച്ച് നോക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.